ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഹരിയാനയിലും പ്രചാരണം നടത്തും. 6ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് ശനിയാഴ്ച. പശ്ചിമബംഗാളിൽ 2010 മുതൽ വിതരണം ചെയ്ത OBC സർട്ടിഫിക്കറ്റുകൾ കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കി. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ജപ്പാനിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ഷോട്ട്പുട്ടിൽ സ്വർണം. വാർത്തകൾ വിശദമായി. 6ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. നാളെ നിശബ്ദ പ്രചാരണമാണ്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഇന്ന് ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ പാട്യാലയിൽ റാലിയിൽ പങ്കെടുക്കും. ഹരിയാനയിലെ ഭിവാനി, മഹേന്ദ്രഗഡിലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് ഒഡീഷയിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഹരിയാനയിലെ ബിർസയിൽ ഇന്ന് റോഡ് ഷോ നടത്തും. മുൻ കേന്ദ്രമന്ത്രി കുമാരി ഷെൽജയാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ബീഹാറിൽ വോട്ടുറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. 6ഉം 7ഉം ഘട്ടങ്ങളിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അരേരാജ്, സുഗൌലി, പൂർവി ചമ്പാരൻ, പശ്ചിമ ചമ്പാരൻ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്. BSP അധ്യക്ഷ ബീഹാറിലെ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് യോഗം ഇന്ന് ബക്സറിൽ നടത്തും. RJD നേതാവ് തേജസ്വി യാദവ് വൈശാലി, പൂർവി ചമ്പാരൻ, ഗോപാൽഗഞ്ച്, പശ്ചിമ ചമ്പാരൻ എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. ഒഡീഷയിൽ 6ാം ഘട്ടത്തിൽ 6 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പുറമെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഇന്ന് ഒഡീഷയിൽ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നവീൻ പട്നായിക് BJD സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ രംഗത്തുണ്ട്. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ്, രജൌരി ലോക്സഭാ മണ്ഡലത്തിൽ ശനിയാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം നാടുവിടേണ്ടി വന്ന 27,000-ഓളം കശ്മീരി പണ്ഡിറ്റുകൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ഇവർക്ക് കൂടി വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം ഒരുക്കുന്നതിന് ജമ്മുവിൽ 21 പോളിംഗ് സ്റ്റേഷനുകളും അനുബന്ധമായി 8 കേന്ദ്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇവരിൽ ധാരാളം പേർ പോസ്റ്റൽ വോട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പശ്ചിമബംഗാളിൽ 2010 മുതൽ നൽകിയ OBC സർട്ടിഫിക്കറ്റുകൾ കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കി. സംവരണ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 2010 ശേഷം തയ്യാറാക്കിയ OBC പട്ടിക അനധികൃതമാണെന്ന് കോടതി നിരീക്ഷിച്ചു. 1993 പശ്ചിമബംഗാൾ പിന്നാക്ക വിഭാഗ നിയമം അനുസരിച്ച് പുതിയ പട്ടിക തയ്യാറാക്കാനും കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകി. OBC സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ വിധി നിലവിൽ സർവീസിലുള്ളവരെ ബാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. അന്താരാഷ്ട്ര സൌരസഖ്യത്തിലെ 99ാം അംഗമായി സ്പെയിൻ. ഒരു റിപ്പോർട്ട്. ന്യൂഡൽഹിയിൽ വിദേശകാര്യ ജോയിന്റ് സെക്രട്ടറി അഭിഷേക് സിംഗുമായി സ്പെയിൻ സ്ഥാനപതി ജോസ് മറിയ റിദാവോ ദൊമിംഗസ് നടത്തിയ കൂടിക്കാഴ്ചയിൽ അംഗമാകുന്നതിനുള്ള രേഖ കൈമാറി. സൌരോർജ്ജ സാങ്കേതിക വിദ്യ കൂടുതലായി ഉപയോഗപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര സൌരസഖ്യം രൂപീകരിച്ചത്. ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, അംഗരാജ്യങ്ങളിൽ ഊർജ്ജ പരിവർത്തനം സാധ്യമാക്കുക എന്നിവയും അന്താരാഷ്ട്ര സൌരസഖ്യം ലക്ഷ്യമിടുന്നു. സൌരോർജ്ജം പ്രയോജനപ്പെടുത്തി കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുക എന്ന ഉദ്ദേശത്തിൽ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായാണ് സഖ്യത്തിന് തുടക്കമിട്ടത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് 2015 പാരീസിൽ നടന്ന സമ്മേളനത്തിനിടെയാണ് അന്താരാഷ്ട്ര സൌരസഖ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് അതിശക്തമായ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നൽ, കാറ്റ് എന്നിവയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പുണ്ട്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട 6 അന്താരാഷ്ട്ര സർവീസുകളും ഒരു ആഭ്യന്തര സർവീസും വൈകി. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട 4 സർവീസുകളും വൈകി. ചില സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സച്ചിൻ സർജെ റാവു കിലാരി പുരുഷ ഷോട്ട്പുട്ടിൽ സ്വർണം നേടി. 16.30 മീറ്റർ ദൂരം കണ്ടെത്തി F46 വിഭാഗത്തിൽ പുതിയ ഏഷ്യൻ റെക്കോർഡും താരം കുറിച്ചു. അതേസമയം ഇന്നലെ നടന്ന ക്ലബ് ത്രോയിൽ ഇന്ത്യയുടെ ധരംബീർ 33.31 മീറ്റർ ദൂരം കണ്ടെത്തി വെങ്കലം നേടിയിരുന്ന F51 വിഭാഗത്തിൽ ഇതും ഏഷ്യൻ റെക്കോർഡാണ്. ഇതോടെ 5 സ്വർണം, 4 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ 12 മെഡലുകളാണ് ഇന്ത്യയ്ക്ക് ഉള്ളത്. ബെൽജിയത്തിൽ നടക്കുന്ന FIH പ്രോ ലീഗിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം അർജന്റീനയെ 5-4 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2-2 എന്ന നിലയിൽ തുല്യത പാലിച്ചതിനെ തുടർന്ന് ഷൂട്ടൌട്ടിലാണ് ഇന്ത്യയുടെ ജയം. ഷൂട്ടൌട്ടിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും സുഖ്ജിത് സിംഗും 2 തവണ ഗോൾ നേടിയപ്പോൾ അഭിഷേകാണ് മറ്റൊരു ഗോൾ നേടിയത്. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസിന്റെ ജയം. രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. സന്താലി ഭാഷയിലെ സാഹിത്യകാരൻ പണ്ഡിറ്റ് രഘുനാഥ് മുർമുവിന് ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്മരണാഞ്ജലി അർപ്പിച്ചു. സന്താലി ഭാഷയുടെ വികാസത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഭാഷയുടെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാനും പണ്ഡിറ്റ് രഘുനാഥ് മുർമുവിന് കഴിഞ്ഞതായി രാഷ്ട്രപതി പറഞ്ഞു. രാജ്യം ഇന്ന് ബുദ്ധപൂർണിമ ആഘോഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള ബുദ്ധ, ഹൈന്ദവ മതവിശ്വാസികൾ ഈ ദിനം ആഘോഷിക്കുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ എന്നിവർ ബുദ്ധപൂർണിമയോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ബുദ്ധമതത്തിലെ സുപ്രധാന ഉത്സവങ്ങളിൽ ഒന്നായ സാഗാ ദാവ ആഘോഷിക്കുന്ന സിക്കിമിലെ ജനങ്ങൾക്ക് സിക്കിം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ആശംസകൾ നേർന്നു. ശ്രീബുദ്ധന്റെ ജനനം, ജ്ഞാനോദയം, മഹാപരിനിർവാണം അഥവാ വിയോഗം എന്നിവയെ അനുസ്മരിക്കുന്ന ഏറ്റവും പവിത്രമായ ബുദ്ധമത ഉത്സവങ്ങളിൽ ഒന്നാണ് സാഗാ ദാവ. ഈ ശുഭദിനത്തിൽ സിക്കിമിലെ ജനങ്ങൾക്ക് ഊഷ്മളമായ ആശംസകൾ അറിയിച്ച ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നീതിയും അനുകമ്പയും മാനുഷികവുമായ ഒരു സമൂഹത്തിനായി പ്രവർത്തിക്കാൻ ഭഗവാൻ ബുദ്ധൻ എപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്നതായും കൂട്ടിച്ചേർത്തു. പൂനെയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി അശ്രദ്ധമായി കാർ ഓടിച്ച് 2 യുവാക്കൾ മരിച്ച സംഭവത്തിൽ ജാമ്യം നൽകിയ തീരുമാനം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തിരുത്തി. കുട്ടിയെ അടുത്ത മാസം 5 വരെ കൌൺസിലിംഗിനായി റിമാൻഡ് കേന്ദ്രത്തിലേക്ക് മാറ്റി. അപകടം നടന്നതിനു ശേഷം ഉടൻ തന്നെ കുട്ടിക്ക് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിച്ചത് വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇതേ തുടർന്നാണ് തീരുമാനം പുനഃപരിശോധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഹരിയാനയിലും പ്രചാരണം നടത്തും. 6ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് ശനിയാഴ്ച. പശ്ചിമബംഗാളിൽ 2010 മുതൽ വിതരണം ചെയ്ത OBC സർട്ടിഫിക്കറ്റുകൾ കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കി. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത.
ജപ്പാനിൽ നടക്കുന്ന ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ഷോട്ട്പുട്ടിൽ സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.